നമസ്കാരം. ഞാൻ ഡോക്ടർ റേച്ചൽ ഉമ്മൻ, കൺസൾട്ടൻറ്റ് റുമറ്റോളജിസ്റ്റ്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സോറിയാറ്റിക് ആർത്രൈറ്റിസ്. സോറിയാസിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പം നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള സെൽസിനെ നമ്മളുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്യുമ്പോഴാണ് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാവുന്നത്. അതിൻ്റെ കോമൺലി നമുക്കറിയാവുന്ന റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ SLE, നട്ടെല്ല് ബാധിക്കുന്ന വാദം. അതിലൊരു ടൈപ്പ് വൺ ഓഫ് ദി ആർത്രൈറ്റിസ് ഇസ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്. സോറിയാസിസ് എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്? അതൊരു ചുമന്ന കളർ പാടായിട്ട് അതിൻ്റെ മുകളിൽ ചെമ്പൽ പോലെ അല്ലെങ്കിൽ സ്കെയിലി ലീഷൻസ് നമ്മൾ പറയുന്നത്, ഒരു വൈറ്റ് കളർ സിൽവർ കളർ സ്കെയിലി ലീഷൻസ് ദേഹത്ത് എവിടെ വേണമെങ്കിലും വരാം. കോമൺലി എല്ലാവരും കാണുന്നത് തലയിൽ, സ്കാൽപ്പ് റീജിയനിൽ അല്ലെങ്കിൽ ദേഹത്ത് വരാം. ചില ആൾക്കാർക്ക് കയ്യിൽ മാത്രമായിട്ട് വരാം, ചിലത് കൈയും കാലിലും ദേഹത്ത് എവിടെയെങ്കിലും ഫുൾ പാടായിട്ട് വരാം, ഒരു സ്ഥലത്തായിട്ട് വരാം. സോ മൾട്ടിപ്പിൾ സ്ഥലത്ത് നമുക്ക് ഇങ്ങനത്തെ ചുമന്ന പാട് വരുമ്പോഴാണ് വിത്ത് സ്കെയിലി ലീഷൻസ്. അതിൻ്റെ ഒരു ഡയഗ്നോസിസ് സോറിയാസിസ് ആയിരിക്കും. സോ ഈ സോറിയാസിസിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒത്തിരി നാൾ ഇത് കണ്ടുപിടിക്കാതിരിക്കും. ഒത്തിരി നമ്മൾ ചിലപ്പം പോകുമ്പോൾ ഒരാൾ പറയും ഇത് അലർജിയാണ്, അല്ലെങ്കിൽ തലേ മാത്രം കാണുമ്പോൾ ഇത് താരൻ്റെ പ്രശ്നമാണ്. സോ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കുറച്ച് നാൾ നമുക്ക് റിലീഫ് കിട്ടും, പിന്നെ അത് വരും. സോ ഒരു കറക്റ്റ് ഒരു ഡയഗ്നോസിസ് എത്താൻ ഒത്തിരി സമയം ചിലപ്പം പിടിക്കും. പക്ഷെ വൺസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ഈ സോറിയാസിസിൽ നിന്ന് ഒരു 15 to 20, ഒരു 15 to 20% ആൾക്കാർക്ക് അത് ആർത്രൈറ്റിസിലോട്ട് മാറുന്നത്. ദാറ്റ് മീൻസ് ഈ സന്ധികളിൽ വരുന്ന നീർക്കെട്ട് ഒരു ജോയിൻറ്റിലായിരിക്കും. ചില ആൾക്കാർക്ക് കയ്യിൽ മാത്രമായിരിക്കും വേദനയും നീര്, ചില ആൾക്കാർക്ക് 2-3 ജോയിൻറ്റ്സിൽ വരാം, ചില ആൾക്കാർക്ക് എല്ലാ ജോയിൻറ്റ്സിലും നീര്. സോ അതിനൊരു കണക്കില്ല. സോ ഈ വേദന വരുമ്പം നമുക്ക് ഈ നട്ടെല്ലും, ഇതൊരു ടൈപ്പ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് നമുക്ക് നട്ടെല്ലും അല്ലെങ്കിൽ നമ്മൾ ചെറിയ ജോയിൻറ്റ്സിലും ബാധിക്കാൻ പറ്റുന്ന ഒരു വാദമാണ്. ഇതല്ലാതെ നമുക്ക് നമുക്ക് ഒരു ടേം ഉണ്ട്, മെഡിക്കൽ ടേം ഉണ്ട്, ഡാക്ടിലൈറ്റിസ്. ദാറ്റ് മീൻസ് നമുക്ക് ഒരു വിരൽ മാത്രം മൊത്തത്തിൽ നീര് വെച്ച് വരും, ഒരു സോസേജ് പോലെ, ഒരു സോസേജ് ഫിംഗർ അതിന് പറയും. സോ അങ്ങനത്തെ ഒരു നമ്മൾ ഒരു കാണുമ്പോഴും അതൊരു സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. ചില ആൾക്കാർക്ക് സോറിയാസിസ് നഖത്തിൽ മാത്രമായിരിക്കും, നെയിൽ സോറിയാസിസ്. അതിൻ്റെ ഒപ്പം അവർക്ക് ഈ ജോയിൻറ്റ് പെയിൻസ് വരുമ്പോൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർ കണ്ണിൽ ഇൻഫ്ലമേഷൻ വരും, അതിന് പറയുന്നത് യൂവിഐറ്റിസ്. സോ ഇതെല്ലാം മാനിഫെസ്റ്റേഷൻസ് നമുക്ക് സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ കാണാൻ പറ്റും. സോ വൺസ് ചില ആൾക്കാർ വരും, മാഡം എനിക്ക് സോറിയാസിസ് ഇല്ല, എന്നാലും ഡോക്ടർ ഇത്രയും നാളായിട്ട് എന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയായിരിക്കും? സോ പറഞ്ഞ പോലെ നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റാത്ത സോറിയാസിസ്, ദാറ്റ് മീൻസ് നഖത്തിൽ ചേഞ്ചസ് വരുമ്പം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ വിരൽ മൊത്തം ഇങ്ങനെ നീര് വെച്ച് വരുമ്പം, അല്ലെങ്കിൽ പാസ്റ്റ് എപ്പോഴെങ്കിലും നമുക്ക് സ്കിൻ ലീഷൻസ് സജസ്റ്റീവ് സോറിയാസിസ് ആയിട്ടോ നമുക്ക് അടുത്തുള്ള ഫാമിലി മെമ്പേഴ്സിന് സോറിയാസിസ് വന്നാലും നമ്മളത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് എല്ലാവർക്കും ഉള്ള എന്താ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്? സോ ഇതിന് പൊതുവേ സോറിയാറ്റിക് ആർത്രൈറ്റിസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ക്ലിനിക്കലിയാണ്. ദാറ്റ് മീൻസ് ഹിസ്റ്ററി വെച്ചിട്ടും നമ്മൾ ചെയ്യുന്ന എക്സാമിനേഷൻ വെച്ചിട്ട് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഡയഗ്നോസ് ചെയ്യും. ഇതിന് സ്പെസിഫിക് ബ്ലഡ് ടെസ്റ്റ് ഇല്ല. പക്ഷേ ഒരു 10-15% ആൾക്കാർക്ക് റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് ആവാം, ഒരു 20% ആൾക്കാർക്ക് HLA-B27 എന്ന് പറഞ്ഞ് ഒരു ജീനും പോസിറ്റീവ് ആവാം. സോ പിന്നെ ഈ പൊതുവേ സോറിയാസിസ് ഉള്ള ആൾക്കാർക്ക് ഫുൾ ബോഡി സോറിയാസിസ്, ഇറ്റ് ക്യാൻ ബി ഒരു മെൻ്റലി ഡിസ്റ്റർബിങ് ഒരു ഇൽനെസ് ആയിരിക്കും. സോ വീട്ടുകാർക്കും അവർ പറയും ഇങ്ങനെ ഞാൻ ഇവരോട് നിന്നാലോ തൊട്ടാലോ എനിക്ക് സോറിയാസിസ് വരുമോ? സോ ദിസ് ഇസ് എ റോങ് ഇൻഫർമേഷൻ. നമുക്ക് ഇത് ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ആവുന്നതാണ്, ഈ ടച്ച് കൊണ്ടോ ഒന്നും ട്രാൻസ്മിറ്റ് ആവാത്ത സോറിയാസിസ് ഓർ സോറിയാറ്റിക് ആർത്രൈറ്റിസ്. ക്യൂറബിൾ ആണോ? സോ ഇറ്റ് ഈസ് നോട്ട് ക്യൂറബിൾ ലൈക്ക് ഓൾ ഓട്ടോഇമ്യൂൺ ഡിസീസ്, പക്ഷേ ട്രീറ്റബിളാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ ടാബ്ലറ്റ്സും ഉണ്ട്, ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സോ ഡിപ്പെൻഡിങ് പേഷ്യൻ്റ് സിറ്റുവേഷൻ, സിവിയറിറ്റി, അങ്ങനെയാണ് നമ്മൾ മെഡിസിൻസ് തുടങ്ങും. ഫസ്റ്റ് ഓറൽ ടാബ്ലറ്റ്സിൽ തുടങ്ങി അത് വെച്ച് അവർക്ക് റിലീഫ് കിട്ടുന്നില്ലെങ്കിൽ സൈഡ് ഇഫക്ട്സോ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും. സോ ഒള്ളി കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രീറ്റബിൾ ആൻഡ് ഇറ്റ് ഈസ് ലൈഫ് ചേഞ്ചിങ്. ഒത്തിരി ആൾക്കാർ വിത്ത് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. സോ അത് കറക്റ്റ് ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞിട്ട് ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് എടുക്കുക.